കേരളത്തിൻ്റെ ഒരുപാട് നാളത്തെ ആവശ്യമാണ് നമ്മുടെ വയനാട്ടിലെ ചുരുളമല മുണ്ടക്കി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു. അതിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഒരു മറുപടി ഇന്നലെ വന്നു. അത് ആ ആവശ്യം അംഗീകരിച്ചാണ് ഇന്നലെ നമുക്ക് കത്ത് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്രത്തിന് അയച്ച കത്തിലാണ് ഇപ്പോൾ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. അതിതീവ്ര ദുരന്തമായി മുണ്ടക്കൈ ചുരുളമല ഉരുൾപൊട്ടൽ ദുരന്തം മാറിയിട്ടുണ്ട് ഇതിനോടകം, അല്ലെ? പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടിയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് വീണ്ടും ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇന്നലെ ഒരു സന്തോഷ വാർത്തയായിരുന്നു. എപ്പോഴാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങുക? മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ധനസഹായവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത എപ്പോഴാണ് വരിക? പ്രജിൻ ക്രിസ്റ്റീൻ, എന്തായാലും കേരളം ഒറ്റക്കെട്ടായി നിരന്തരം നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്രം ഈ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചത്. ഈ ഡിസംബർ 28-നായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇങ്ങനെ ഒരു കത്ത് അയച്ചത്. ഇത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയുടെ ഒരു മറുപടി കത്ത് ലഭിക്കുന്നത്. അത് കേന്ദ്രം വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചു എന്നുള്ള ഒരു മറുപടി കത്ത് ലഭിക്കുന്നത്. എന്തായാലും ഇത് ആശ്വാസകരമാണ്. പക്ഷേ ഇത് കത്ത് അംഗീകരിച്ചതായിട്ടുള്ള കത്ത് മാത്രം പോരാ, കേരളത്തിന് ആവശ്യം പണമാണ്. കാരണം കഴിഞ്ഞ 5 മാസമായി കേരളം പലതവണ ആവശ്യപ്പെട്ടതാണ് 2219 കോടി രൂപയുടെ ഒരു പുനരധിവാസ പദ്ധതിയുടെ പാക്കേജ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം മെമ്മോറാണ്ടം നൽകിയിരുന്നു. പക്ഷേ ഈ മെമ്മോറാണ്ടം വൈകിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പണം ഒന്നും കേന്ദ്രം ഇതുവരെയ്ക്കും തരാതിരുന്നത്. പക്ഷേ ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകളിൽ നിന്ന് കൂടുതൽ പണം കിട്ടാനുള്ളൊരു സാധ്യത മാത്രമാണ് നിലവിൽ തുറന്നു കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ഉത്തരവായിട്ട് ഇത് പുറത്തിറങ്ങണം. ഈ പണമൊക്കെ കിട്ടണം, കൃത്യസമയത്ത് കേരളത്തിന് കിട്ടണം. എങ്കിൽ മാത്രമേ കേരളത്തിന് കൃത്യസമയം പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. എന്തായാലും റവന്യൂ മന്ത്രി ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നൊരു യോഗം ചേരും. അതിനുശേഷം മാത്രമേ കേരളത്തിന് ഇതുകൊണ്ട് ഗുണമുണ്ടാകുമോ അല്ലെങ്കിൽ എത്ര രൂപ കിട്ടുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. എന്തായാലും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കേരളം ഒറ്റക്കെട്ടായി വളരെ മാസങ്ങളായി നടത്തിയ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്രം ഇങ്ങനെ ഒരു ഈ വയനാട് ദുരന്തത്തെ അംഗീകരിച്ചു എന്നുള്ള കാര്യം തർക്കമില്ല.